ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവഗണന നേരിടാത്ത ഒരു വ്യക്തികളും ഉണ്ടാവില്ല. ചിലർക്ക് അവരവരുടെ വീട്ടിൽ തന്നെ അവഗണന നേരിടേണ്ട സാഹചര്യം വരാറുണ്ട്. മാതാപിതാക്കൾ പലപ്പോഴും സമർത്ഥരായ കുട്ടികൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുകയും കഴിവ് കുറഞ്ഞ കുട്ടികളെ അവഗണിക്കുകയും ചെയ്യാറുണ്ട്. ചിലർക്ക് സ്കൂളിൽ അത്തരം അനുഭവങ്ങൾ നേരിടാറുണ്ട്. മുതിർന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ ജോലി സ്ഥലത്തോ ഒക്കെ നാം സമൂഹത്തിൽ ഇടപെടുന്ന പല സാഹചര്യങ്ങളിൽ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് നാം അവഗണനയ്ക്ക് ഇരയാകുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ശത്രുക്കളാണ് നമ്മെ അവഗണിക്കുന്നതെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകില്ല. നാം സ്നേഹിക്കുന്നവർ, നാം ബഹുമാനിക്കുന്നവർ, അവരാൽ നാം അവഗണിക്കപ്പെടുമ്പോഴാണ് അത് നമ്മളുടെ ഹൃദയത്തിന് മുറിവുണ്ടാക്കുന്നത്. ഈ അവഗണനയെ നേരിടാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് ഒന്ന് സ്വയം വിലയിരുത്തലാണ്. ഈ അവഗണന നേരിടാൻ വേണ്ടി നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് ഉണ്ടാകുന്നുണ്ടോ, തെറ്റായ എന്തെങ്കിലും പ്രവൃത്തി നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, റോഡിലൂടെയൊക്കെ നാം നടന്നു പോകുമ്പോൾ തിരക്കേറിയ സ്ഥലങ്ങളിൽ പല സ്ഥാപനങ്ങളുടെയും പരസ്യത്തിന് വേണ്ടിയിട്ട് നോട്ടീസ് വിതരണം ചെയ്യുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ട്. അവര് നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു പരസ്യത്തിന്റെ നോട്ടീസ് തന്നാൽ ഭൂരിഭാഗം പേരും അത് വാങ്ങില്ല. അഥവാ വാങ്ങിയാൽ തന്നെ അതൊന്നും നോക്കുക പോലും ചെയ്യാതെ വഴിയിൽ ഉപേക്ഷിക്കും. ഫ്രീ ആയി കിട്ടുന്ന ഒന്നിനും നാം ഒരിക്കലും ഒരു വില നൽകാറില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നാം മറ്റുള്ളവർക്ക് കൂടുതൽ വില കൊടുക്കുന്നിടത്ത്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നിടത്താണ് നാം അവഗണിക്കപ്പെടുന്നത്. നമ്മെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വില തരുന്ന, നമ്മെ അംഗീകരിക്കുന്ന ബന്ധങ്ങൾക്കാണ് നാമും വില കൊടുക്കേണ്ടത്. അവഗണിക്കുന്നവരെ തിരിച്ചും അവഗണിക്കാൻ നാം പഠിക്കണം. അതേപോലെ തന്നെ പരിഗണിക്കുന്നവരെ, നമ്മെ പരിഗണിക്കുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ നാം പഠിക്കണം. അങ്ങനെ നമ്മളുടെ പെരുമാറ്റത്തിൽ തന്നെ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ആദ്യപടി. നമുക്ക് നമ്മെ വിലയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എങ്ങനെ നമുക്ക് വില നൽകും? ആദ്യം നമുക്ക് നമ്മളോടാണ് അഭിമാനം തോന്നേണ്ടത്. നമ്മൾക്ക് സെൽഫ് ലവ് ഉണ്ടാവണം, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകണം. അത് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവഗണിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നാം സൃഷ്ടിക്കില്ല. ബോധപൂർവം അത്തരം സാഹചര്യങ്ങളെ നാം ഒഴിവാക്കും. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മളുടെ അറിവും കഴിവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നാം എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക? നമ്മേക്കാൾ മികച്ചവരെന്ന് തോന്നുന്ന ആൾക്കാരോട് സ്വാഭാവികമായി നമുക്കൊരു ബഹുമാനം ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ മറ്റുള്ളവരിൽക്കാൾ ഒരു കുറവ് അനുഭവപ്പെടുന്ന സമയത്താണ് നമുക്കും അവഗണിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ ഇന്നലേക്കാൾ നിങ്ങൾക്ക് ഇന്നിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുവേണ്ടി പരിശ്രമിക്കുക, നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക, അറിവുകൾ വർദ്ധിപ്പിക്കുക. നിങ്ങൾ അങ്ങനെ വളരുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇന്നലകളിൽ നിങ്ങളെ അവഗണിച്ച ആളുകൾ തന്നെ നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ ഇങ്ങോട്ട് നമ്മെ തേടി വരും എന്നുള്ളതാണ് സത്യം. വളരെ തിരക്കേറിയ ഒരു ഉത്സവപ്പറമ്പില് മനുഷ്യർക്ക് നടന്നു പോകാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് മണൽത്തരി വാരി ഇട്ടാൽ പോലും താഴെ വീഴാത്തത്ര ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഒരാന കടന്നു വരുന്ന സമയത്ത് ജനക്കൂട്ടം രണ്ടു ഭാഗത്തേക്ക് വഴിമാറി അവിടെ സ്ഥലമുണ്ടാകുന്നത് നാം കാണാറില്ലേ? അതേപോലെയാണ് ഈ ലോകം കഴിവുള്ളവനെ ബഹുമാനിക്കും. അപ്പോൾ അവഗണനയെ നേരിടാനുള്ള രണ്ട് മാർഗങ്ങൾ, ഒന്ന് നമ്മളുടെ ഭാഗത്തെ തെറ്റുകൊണ്ട് നമുക്ക് വിലയില്ലാത്ത സ്ഥലത്ത് നമ്മൾ കടന്നു ചെല്ലാതിരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ കഴിവുകളും നമ്മളുടെ അറിവുകളും വർദ്ധിപ്പിച്ച് നാൾക്ക് നാൾ നമ്മളുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്കും നിങ്ങളെ അവഗണിക്കാൻ വേണ്ടി കഴിയില്ല. എല്ലാവരും നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ പരിഗണന നൽകുക തന്നെ ചെയ്യും. നിങ്ങളുടെ വ്യക്തിത്വം നാൾക്ക് നാൾ കൂടുതൽ ശോഭയോടെ വളർന്ന് വരികയും ചെയ്യും.